ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് വ്രതാഭിമാനികൾ ആകരുത് എന്ന് ഉപദേശിക്കുന്ന ഗലാത്യലേഖനം 5-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വചനങ്ങൾ ഓർത്തുകൊണ്ട്, നേർവഴി വിട്ട് തെറ്റി ബയോരാമിൻ്റെ മകനായ ബിലിയാമിൻ്റെ വഴിയിൽ നടക്കാതെ, ലോകത്തിന് അനുരൂപമാകാതെ ജഡസ്വഭാവം ഉപേക്ഷിച്ച്, ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നമ്മുടെ അവയവങ്ങളെ മരിപ്പിച്ച് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം വിട്ടൊഴിഞ്ഞ് യോസഫ് പൊത്തിഫേറിൻ്റെ ഭാര്യയിൽ നിന്നുണ്ടായ പ്രലോഭനങ്ങളിൽ വീണുപോകാതെ തന്നെ കാത്തുകൊണ്ടതുപോലെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്തവണ്ണം അവ പ്രതികൂലമല്ലോ. നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. സൊദോം, ഗോമോറ എന്നീ പട്ടണങ്ങളുടെ നാശവും ഭക്തികെട്ടവർ നോഹയുടെ കാലത്ത് ജലപ്രളയത്താൽ നശിച്ചു പോയതും ഓർത്ത് ലോകത്തെയും അതിൻ്റെ മോഹവും ഉപേക്ഷിച്ച് ദൈവേഷ്ടം ചെയ്ത് എന്നേക്കും ഇരിക്കുവാൻ വചനം നമുക്ക് വെളിച്ചം തരുന്നു. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. നമ്മെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മസഹായത്തിനായി അപേക്ഷിച്ചുകൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.